പ്രചാരണ അവസാന ലാപ്പിലാണ്. ഓരോ തവണ കാണുമ്പോഴും പ്രതീക്ഷ കൂടുകയായിരുന്നു. ഇപ്പോൾ പറയാനുള്ളത് എന്താണ്? ഇപ്പം പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും കൂടുതൽ ആവേശം എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാം റോഡിൽ ഈ പൊരിവെയിലത്ത് കാത്തു നിൽക്കുന്നു. അവർ കൈപിടിക്കുന്നു, സന്തോഷമായിട്ട് ചിരിക്കുന്നു, സന്തോഷമായിട്ട് ജയിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇതിനപ്പുറത്ത് വേറൊരെണ്ണം ആൾക്കാർ, പ്രത്യേകിച്ചും കൊല്ലംകാരിങ്ങനെ മനസ്സിനകത്ത് വോട്ട് ഞങ്ങൾ ചെയ്യത്തില്ലടാ, പക്ഷേ ഞാൻ അഭിനയിക്കുക എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ആവേശം വോട്ടായിട്ട് മാറും. അതെല്ലാം അവരുടെ ആഗ്രഹമാണ്, നിറവേറുക തന്നെ ചെയ്യും. 2 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും പ്രതീക്ഷകളെ കവച്ചു വെൽക്കുന്ന വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു അത്ഭുതമാണ് പ്രതീക്ഷ. അതിനെക്കാട്ടിയും വലിയ അത്ഭുതം, അതിനെക്കാട്ടിയും വലിയ ആവേശം. അത് ഒരു മണ്ഡലമല്ലേ, 7 മണ്ഡലത്തിലും ഒരേപോലെ ഈ തരത്തിലുള്ളൊരു ആവേശം വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ് അത് വോട്ടായി മാറിയില്ലെങ്കിൽ വേറെന്തോ ഭയങ്കരമായ കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കാനേ തരാവുള്ളൂ. കാര്യം ഇത് അത്രയും നിഷ്കളങ്കമായിട്ടുള്ള മുഖവും വാഗ്ദാനങ്ങളും സന്തോഷവുമാണ് ഞാൻ കാണുന്നത്. ഓക്കെ, 54 ദിവസമാണ് ഇന്ന് മുകേഷ് ഏട്ടൻ പ്രചരണം തുടങ്ങിയിട്ടാവുന്നത്. ഇത്രയും വലിയ ഒരു പ്രചരണ കാലഘട്ടം ഒരുപക്ഷെ വളരെ ചുരുക്കമായിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ ഒരു അനുഭവം കൂടി. അല്ല, ഭയങ്കരമായ പ്രകൃതി ഭയങ്കരമായിട്ട് ചൂടാണ് നമുക്ക് തന്നത്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഡിഗ്രി, 41, ഇവർ 40, 39 എന്നൊക്കെ പറയുന്നത് അതിനെക്കാട്ടിയൊക്കെ കൂടുതലാണ് ഈ ഓപ്പൺ ജീപ്പിൽ ഈ ചൂട് കാറ്റ് അടിച്ച് നിൽക്കുമ്പം. എന്നാലും നമ്മൾ ഒരു സ്ഥലത്ത് ഇനി അവിടെ പോകണോ, ഇനി അവിടെയും ഉണ്ടോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ ചെല്ലുമ്പം ജനങ്ങൾ എത്രയോ നേരമായിട്ട് കാത്തു നിൽക്കുകയാണ് ആ പൊരുവയിലത്ത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂളിപ്പോവുകയാണ്. എന്നെ കാണാൻ വേണ്ടി, എൻ്റെ പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടി വളരെ പ്രായം ചെന്നവരും കുഞ്ഞുങ്ങളെയും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുമ്പോഴത്തേക്ക് ഈ ചൂടൊക്കെ ഭയങ്കരമായ ഒരു തണുപ്പായിട്ട്, എന്താ പറയുന്നത്, മന്ദമാരുതനായിട്ട് മാറുകയാണ്. അപ്പോൾ അതൊരു വലിയ ആവേശം തന്നെയാണ്. അതിനകത്ത് എനിക്ക് സന്തോഷമാണ്, കൂടുതൽ ആവേശമാണ്.